അപ്പൊ ഞാൻ ഉഷാറായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലെ തുപ്പിയും കണ്ണടയും ഇല്ലാതെ വീഡിയോ ചെയ്തിട്ട് പലർക്കും സങ്കടമായിരുന്നു. അപ്പൊ എനിക്കും സങ്കടമായിരുന്നു. കാരണം തൊപ്പി കഴുകിയിട്ടേക്കുമായിരുന്നു. അപ്പൊ കഴുകി ഇത് ഉണങ്ങി കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ തൊപ്പിയില്ലാതെ വന്നത്. കണ്ണടയും വെച്ചില്ല. അപ്പൊ കണ്ണടയും തൊപ്പിയും വെക്കുമ്പോഴല്ലേ നമ്മൾ ലുക്കാവുക. ആ തൊപ്പി വരുമ്പോഴാണ് ഒരു വെറൈറ്റി ആവുക. പിന്നെ ഞാൻ തൊപ്പി സ്ഥിരമായിട്ട് വെച്ചാലോ എന്ന് വരെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇന്ന് രാവിലെ തുടങ്ങി കാണുന്ന വാർത്തയാണ്. 2 കുട്ടികൾ 13 പശുക്കളെ വളർത്തിയിട്ട് ആ പശുക്കൾ മൊത്തം കപ്പ കഴിച്ചിട്ട് ചത്തുപോയൊരു സംഭവം. കപ്പ എന്നതിന് നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ കൊള്ളി എന്നാണ് പറയുന്നത്. അവിടെ മന്ത്രിമാരടക്കമുള്ള പ്രമുഖര് വീട് സന്ദർശിക്കുന്നു, ആശ്വാസവാക്ക് പറയുന്നു, ധനസഹായം കൈമാറുന്നു, ജയറാം പശുക്കളെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് വരെ തയ്യാറാവുന്ന ഒരു കാഴ്ച നമ്മൾ രാവിലെ തുടങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടി ക്ഷീര കർഷകർ നല്ലൊരു കാര്യം തന്നെയാണ്. അവരുടെ പഠിത്തത്തിനിടയിലാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് തന്നെ. ഇപ്പൊ കുട്ടികളൊക്കെ ഈ ഒരു കർഷക മേഖലയിലേക്ക്, അതും ക്ഷീര കർഷകരാകാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്ത ഒരു കാലം തന്നെയാണ്. അപ്പൊ ഈ കുട്ടികൾ ചെയ്യുന്നത് എന്തായാലും നമ്മൾക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം അത്രയും നല്ലൊരു സംഭവമാണ് അവരവിടെ ചെയ്യുന്നത്. ഈ കുട്ടികളുടെ അച്ഛനും ക്ഷീര കർഷകനായിരുന്നു. അപ്പൊ ഇവര് പാരമ്പര്യമായിട്ട് ഈ പശുക്കളെ വളർത്തി വരുന്ന ഒരു കൂട്ടത്തിലാണുള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഇത്രയധികം പശുക്കൾ ഈ കപ്പ കഴിച്ചിട്ട് മരിച്ചുപോയി? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ പശുക്കളെ വളർത്തുന്ന അല്ലെങ്കിൽ ആടുകളെ വളർത്തുന്ന എല്ലാവർക്കും, എല്ലാ കർഷകർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് കപ്പയായിട്ട് സംബന്ധപ്പെട്ട, അതായത് നമ്മൾ കൊള്ളി എന്ന് പറയും, മരച്ചീനി എന്ന് പറയും, ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഇലയോ തൊണ്ടോ കപ്പക്കിഴങ്ങ് തന്നെയോ ഒന്നും നമ്മൾ ഈ പശുക്കൾക്കും ആടുകൾക്കും തിന്നാൻ കൊടുക്കാറില്ല. അപ്പൊ കപ്പയിലും കപ്പയുടെ തൊണ്ടിലും അടങ്ങിയിരിക്കുന്ന വിഷാംശം കന്നുകാലികളുടെ ഉള്ളിൽ ചെന്നാൽ മരണത്തിന് വരെ കാരണമായേക്കും, മരണം തന്നെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ടാണ് കപ്പയും കപ്പയുടെ ഇലയും ഒന്നും ഈ മൃഗങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടികൾ കുടുംബപരമായിട്ട് പശുക്കളെ വളർത്തിക്കൊണ്ട് വരികയാണ്. ഈ കുട്ടിയുടെ അച്ഛനൊരു ക്ഷീര കർഷകനായിരുന്നു. അപ്പൊ ഈ അച്ഛനും അമ്മയ്ക്കും ഉള്ള ഈ അറിവ് എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് പകർന്നു കൊടുത്തില്ല എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇത്തരം വസ്തുക്കൾ ഈ പശുക്കൾക്കോ ആടുകൾക്കോ കൊടുക്കാൻ പാടില്ല എന്നൊരു അറിവ് ഏത് പശുക്കളെ വളർത്തുന്ന ഏത് മനുഷ്യനും ഉണ്ടാവും. അപ്പൊ അത് അറിയാഞ്ഞിട്ടാണോ ഈ കപ്പ വെട്ടിയിട്ട് തിന്നാൻ കൊടുത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല. ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാവാം. ആ കുട്ടികളുടെ അറിവില്ലായ്മയാവാം, അവരുടെ അമ്മയുടെ അറിവില്ലായ്മയാവാം. എന്തു തന്നെയായാലും ആടോ പശുവോ പോത്തോ ഒക്കെ വളർത്തുന്ന ഏതൊരു ചെറിയ കർഷകനോ, ഒരാടിനെയോ ഒരു പശുവിനെയോ അല്ലെങ്കിൽ 2 എണ്ണത്തിനെയോ ഒക്കെ വളർത്തുന്ന ഏത് ചെറിയ കർഷകന് വരെ അറിയാം ഈ കപ്പയും കപ്പയുടെ തൊണ്ടുമൊന്നും പശുക്കൾക്കും ആടിനും തിന്നാൻ കൊടുക്കാൻ പാടില്ല എന്നൊരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ റോഡ് സൈഡിലും ചില പറമ്പുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു തരം മുള്ളുള്ള ഒരു ചെടി. ആ ചെടിയും ആടുകളും പശുക്കളും തിന്നാൻ പാടില്ല. തിന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും. മുള്ളുള്ള ഒരു തരം ചെടിയാണ്. അതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആകെപ്പാടെ നമ്മളെ നിറയെ മുള്ളുള്ള ചെടിയാണ്, ഇല വരെ മുള്ളാണ്. അപ്പൊ അതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ മുള്ളുകളുണ്ട്. അതൊക്കെ നമ്മുടെ മേത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ അത്തരം ഒരു ചെടി ഉണ്ട്. ആ ചെടി ആടുകൾ തിന്നാൻ പാടില്ല. അത് തിന്നു കഴിഞ്ഞാൽ ആടുകൾ എന്ന് തന്നെയല്ല പശുക്കളും തിന്നാൻ പാടില്ല. അത് തിന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും. അപ്പോൾ ഒരു ക്ഷീരകർഷകനാകാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ കുട്ടികൾ ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ അറിവുകളെങ്കിലും ശേഖരിച്ച് വെക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ കുട്ടികളെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഈ കുട്ടികൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ അമ്മയുടെയോ മുതിർന്നവരുടെയോ ആരുടെയെങ്കിലും അറിവില്ലായ്മ മൂലം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാവാം. കപ്പ തിന്നാൻ പാടില്ലാത്ത സാധനം വെട്ടിയിട്ട് കൊടുത്തു, പശുക്കളെ തിന്നു, 13 എണ്ണം ഒറ്റയടിക്ക് ചത്തു. ആർക്കിടെ ആയാലും നെഞ്ച് പൊട്ടുന്ന ഒരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ പശുക്കൾ എന്ന് കേട്ടാൽ എത്തേണ്ട ആൾക്കാർ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഓടി വരേണ്ട ഒരാളായിരുന്നു സുരേഷ് ഗോപി. പക്ഷെ തൃശ്ശൂർ ജില്ലയിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം സുരേഷ് ഗോപിനെ ആ വഴിക്കൊന്നും കണ്ടിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കില്ല ചിലപ്പോൾ സുരേഷ് ഗോപി എത്താത്തത്. കാരണം ഇത് നമ്മുടെ തൃശ്ശൂർ ഇന്ന് മോദിജി വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഇവിടെ ഓടിയെത്താൻ സാധിക്കാത്തത്. എന്തായാലും പ്രമുഖ വ്യക്തികൾ സഹായ വാഗ്ദാനങ്ങളുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഈ കുട്ടികൾക്ക് വളരെ ആശ്വാസമാണ്. എന്നിരുന്നാലും ഈ പോയ പശുക്കളുടെ ആ ഒരു അത്ര ആവില്ല എന്ത് സഹായം നമുക്ക് കിട്ടിയാലും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും പശുക്കൾ ചത്തതിനെ സഹായിക്കാൻ
ഒത്തിരി പേര് ലക്ഷ്യങ്ങളുമായിട്ട് ജയറാം വരെ, അതായത് ജയറാമിന്റെ സിനിമയുടെ പ്രമോഷന് വരെ വേണ്ടി മാറ്റിവെച്ചിരുന്ന 5 ലക്ഷം രൂപയാണ് ജയറാം ഈ ഒരു കാര്യത്തിന് വേണ്ടി സഹായമായിട്ട് കൊടുത്തിരിക്കുന്നത്. മമ്മൂട്ടി 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് പശുക്കളെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഈ കുട്ടികൾക്ക് ഒരു ആശ്വാസം തന്നെയാണ്. അപ്പൊ ജയറാം പൃഥ്വിരാജിനോട് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. കാരണം കൃഷ്ണഗിരി പോയിട്ട് നേരിട്ട് ജയറാം വന്നിട്ട് പശുക്കളെ അവിടെ നിന്ന് എടുക്കാമെന്നുള്ള ഒരു പദ്ധതിയൊക്കെയാണ് ജയറാം. കാരണം വില കുറച്ച് കിട്ടും. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്തായാലും നഷ്ടം സംഭവിച്ചത് ഈ കുട്ടികൾക്കും ആ കുടുംബത്തിനുമാണ്. എന്തൊക്കെയായാലും അവർ ഇതിനു മുമ്പും ഈ പശുക്കൾക്ക് ഈ കപ്പ തിന്നാൻ കൊടുക്കുന്നത് പതിവാക്കിയിരുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട്. എനിക്ക് പറയാനുള്ളത്, പശുവിനെ വളർത്തുന്ന അല്ലെങ്കിൽ ആടിനെ വളർത്തുന്ന, എന്തിനു ഒരു പശു ഒരാടോ അത്രയെങ്കിലും വളർത്തുന്ന ഓരോ കർഷകനും അറിഞ്ഞിരിക്കണം, പശുക്കൾക്കും ആടുകൾക്കും കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറെ ഇങ്ങനത്തെ ചെടികളും വസ്തുക്കളും ഉണ്ടെന്ന്. പ്രത്യേകിച്ചും കപ്പ. ഇനിയെങ്കിലും ആടിനെയും പശുവിനെയും വളർത്തുന്നവരൊക്കെ കപ്പ പശുക്കൾക്ക് വെട്ടിയരിഞ്ഞിട്ട് കൊടുക്കാതെ ശ്രദ്ധിക്കുക. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒന്നും സംഭവിച്ചില്ല എന്നോർത്ത് അവർക്കുള്ള ഒരു സ്ഥിരം തീറ്റയായിട്ട് കപ്പയെ കാണരുത്. കാരണം കപ്പയുടെ തൊണ്ടിൽ, കപ്പ ഇലയിൽ വിഷാംശമുണ്ട്. ഇത് പശുക്കളുടെയോ ആടിൻ്റെയോ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മരണം വരെ സംഭവിക്കാനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആടിനെ വളർത്തുന്നവരൊക്കെ പറയുന്നുണ്ട്, ആട് കപ്പയില കടിക്കാതെ നോക്കണം എന്ന് പറയുന്നുണ്ട്. അതും ഇത് തന്നെയാണ് കാരണം. അപ്പൊ കന്നുകാലികളെയൊക്കെ വളർത്തുന്നവർക്ക് ഇതുപോലുള്ള വലിയ വലിയ നഷ്ടങ്ങൾ ഒരിക്കലും ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുക.